ട്രംപ് എന്ത് ചെയ്താലും അത് ഇന്ത്യക്ക് വിരുദ്ധമാണെന്നുള്ള ചിന്ത വേണ്ട. ഇന്നലെ ട്രംപ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനകത്ത് 100% ടാരിഫ് ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞ് പലരും അവരുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ സ്റ്റോക്ക് വരെ വിറ്റു. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് 2.5% വരെ ഓൺ ആൻ ആവറേജ് സ്റ്റോക്സ് ഇടിഞ്ഞു താഴെ വീണു. എന്നാൽ കാരണം എന്താണ്? അവർ വിചാരിച്ചു ട്രംപ് ഇന്ത്യൻ ഫാർമസിക്ക് വിരുദ്ധമാണ്. അങ്ങനെയൊന്നുമല്ല. വിശദവിവരണം അറിയണ്ടേ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. തുടക്കത്തിൽ ട്രംപിൻ്റെ പോസ്റ്റ് എന്താണെന്നൊന്ന് അറിയണ്ടേ? പുള്ളിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. അതിനകത്ത് ഞാൻ ഇതാണ് കാണുന്നത്. സ്റ്റാർട്ടിംഗ് October 1st, 2025, we will be imposing a 100% tariff on any branded or patented pharmaceutical product unless a company is building their pharmaceutical manufacturing plant in America. Is building will be defined as breaking ground and or under construction. There will therefore be no tariff on these pharmaceutical products if construction has started. Thank you for your attention to this matter. ഇതിനകത്ത് അദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ഓർ പേറ്റൻറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റാണ്. അല്ലാതെ അൺബ്രാൻഡഡ് ആയിട്ടുള്ള സാധനത്തെക്കുറിച്ചല്ല, ജനറിക് ഡ്രഗ്സിനെ കുറിച്ചല്ല. ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നമുക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിൻ്റെ ആ ചെയിൻ ഒന്നറിയണം. നമ്മുടെ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതറിഞ്ഞെങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുള്ളൂ. ഇത് ഇന്ത്യക്ക് വിരുദ്ധമായിട്ടല്ല, ഇദ്ദേഹം ആർക്കും വിരുദ്ധമായിട്ട് എനിക്കിത് തോന്നുന്നില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിൽ അതിനുള്ള ഫാർമസി തന്നെ നിർമ്മിക്കണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. അത് എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ഫാർമസിയുടെ സപ്ലൈ ചെയിൻ എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്ന് അറിയണ്ടേ? അതൊന്ന് നോക്കിയേക്കളാം. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ സപ്ലൈ ചെയിൻ്റെ കോർ കണ്ണിക കെമിക്കൽസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഒരു 90% ചൈനയിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. ഇന്ത്യയിലും ചില കമ്പനീസൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ആർത്തി ഫാർമ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആർത്തി ഫാർമ, ബാലാജി അമൈൻസ്, അൽക്കിൽ അമൈൻസ്, SRF, ഇങ്ങനെയൊക്കെയുള്ള ചില കമ്പനീസൊക്കെ ഉണ്ട്. അവരാണ് ഈ കെമിക്കൽസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ചൈന ഡോമിനേറ്റഡ് ആണ്. നമുക്ക് വെറും ഒരു കൊച്ചംശമേ ഉള്ളൂ കമ്പയർ ടു ചൈന. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഇൻ്റർമീഡിയറി സ്റ്റേജാണ്. ഇൻ്റർമീഡിയറി സ്റ്റേജ് ബേസിക്കലി കോമ്പൗണ്ട്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കുകയാണ്. അതാണ് എയർലി സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് ചില ട്രാൻസ്ഫോർമേഷൻസൊക്കെ ഈ കെമിക്കൽസിന് വരുത്തിയിട്ടുള്ള ആ ഒരു ഇടനില പരിപാടിക്കാണ് ഇൻ്റർമീഡിയറി. ഇതിനകത്തും ചൈന ഡോമിനേറ്റഡ് ആണ്. ചൈന ഏകദേശം 60 to 65% ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് തരുന്നത്. നമുക്ക് അന്നേരം കാര്യമായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം. പിന്നെ APIs, ഈ സാധനവും ചൈന ഡോമിനേറ്റഡ് ആണ്. API ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മരുന്നിൻ്റെ ആ ഒരു കമ്പോസിഷൻ. മനസ്സിലായോ? API തൊട്ടാണ് ഇത് മരുന്നാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു വരേണ്ടത്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്നാണ് ഈ APIയുടെ ഫുൾ ഫോം. അന്നേരം ഈ സാധനം ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട്. അവരിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. നമ്മൾ ഇറക്കുമതി ചെയ്തിട്ട് നമ്മൾ എന്താണാവോ ചെയ്യുന്നത്? നമ്മൾ ഇതിനകത്ത് ഫോർമുലേഷൻസ് ഉണ്ടാക്കും. ഇപ്പം ഒരു സാധാരണപ്പെട്ട ജലദോഷ പനിക്കൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ചില തലവേദന കണ്ടെന്നിരിക്കും. എന്നിട്ട് ചിലപ്പോൾ ഇച്ചിരി മൂക്കിൽ നിന്ന് നമുക്ക് ഇച്ചിരി ലീക്കൊക്കെ നടന്നെന്നിരിക്കും. എന്നിട്ട് ദേഹം വേദന നടന്നെന്നിരിക്കും. ഇതിന് 3 API ആണ്. ഈ 3 APIയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കിയിട്ട് അത് ഒറ്റ മരുന്നായിട്ട് നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് അതാണ് ഒരു രോഗത്തിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ഫോർമുലേഷൻ സാധനമാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതിനകത്ത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം ചൈനയിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. എന്നിട്ട് ആ ഫോർമുലേഷൻസാണ് നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നത്. അമേരിക്കയിൽ ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം അത് 40% ആണ് അമേരിക്കയിൽ കൺസ്യൂം ചെയ്യുന്നത്. അമേരിക്കയിലെ 100% കൺസംഷനകത്ത് ഒരു 40% ജനറിക്കാണ്. ബാക്കി 60% ബ്രാൻഡഡ് ആൻഡ് പ്രിസ്ക്രൈബ്ഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കേട്ടോ. അന്നേരം ഇന്ത്യയുടെ പരിപാടി ഇതോടെ തീർന്നു കേട്ടോ. ഇന്ത്യ ഫോർമുലേഷൻസ് അയക്കുകയാണ്.
ആ പരിപാടി തീരുകയാണ്. അന്നേരം ഈ ബ്രാൻഡഡ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ബ്രാൻഡഡിൻ്റെ പുറകിന് ഒരു ട്രേഡ് മാർക്കുണ്ട്, അതിന് വേറെ ചില ക്വാളിറ്റീസും കൂടെ ഉണ്ട്. ആ ക്വാളിറ്റീസ് ഞാനൊന്ന് നോക്കി പറയാം കേട്ടോ. അതിനകത്ത് ഫില്ലർസ് ഉണ്ട്, ബൈൻഡേഴ്സ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്, ഫ്ലേവേഴ്സ് ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഇതൊക്കെ കറക്റ്റ് കോമ്പിനേഷൻസിൽ വന്നു കഴിഞ്ഞെങ്കിലേ അതിനെ ബ്രാൻഡഡ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുറേ ഉണ്ടല്ലോ, സൺ ഫാർമ, മാൻകൈൻ ഫാർമ, ടോറൻറ്റ് ഫാർമയും മറ്റുള്ള കമ്പനീസ് എല്ലാം. ഇതൊക്കെ അമേരിക്കയിൽ പോകുമ്പോൾ ഇതെല്ലാം ആ ജനറിക് ഫോർമുലേഷൻസ് ആയിട്ടേ വരുന്നുള്ളൂ. ഇത് ബ്രാൻഡഡ് ആയിട്ട് വരുന്നില്ല. അതാണ് നമുക്ക് ഇത് വലിയതായിട്ട് ഒരു പ്രശ്നം വരുന്നില്ല നമ്മുടെ ഡൊണാൾഡ് ട്രംപ് സാറ് ചെയ്ത് ആ പരിപാടിക്കകത്ത്. പക്ഷെ ആർക്കാണ് ഈ ബ്രാൻഡഡിന് പ്രശ്നം വരുന്നത്? ഈ ബ്രാൻഡഡ് ഗുഡ്സും പേറ്റൻറ്റഡ് ഡ്രഗ്സും ഒക്കെ വിൽക്കുന്നത് അത് കൂടുതലും യൂറോപ്പിൽ നിന്നും, യൂറോപ്പിൽ ജർമ്മനി, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ്, പിന്നെ ഏഷ്യയിൽ നിന്ന് സിംഗപ്പൂറുണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ജപ്പാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ബ്രാൻഡഡ് ആയിട്ടുള്ളത് പോകുന്നത്. ബിക്കോസ് അവരാണ് റിയലി പേറ്റൻറ്റ് ചെയ്തിട്ട് അവരുടെ ബ്രാൻഡിനെ നിലനിർത്തുവാനായിട്ടുള്ള പരിപാടി ചെയ്യുന്നത്. ഇന്ത്യക്കാരനെ ബ്രാൻഡിനെ നിലനിർത്തണമെങ്കിൽ ഒറിജിനലായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് അവനുണ്ടാക്കിയതിൻ്റെ ഒരു പകർപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ വിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ പരിപാടി. നമുക്ക് ആ ഒറിജിനാലിറ്റി ഇല്ല. വി ആർ വെരി ലെസ് ഇൻ പേറ്റൻറ്റ്. നമ്മൾ വളരെ ലെസ്സാണ്. നിങ്ങൾക്കറിയാവോ, കഴിഞ്ഞ വർഷം ചൈന ആണ് 70,000 പേറ്റൻസ് ഫയൽ ചെയ്തു. ചൈന. ഇന്ത്യ എത്ര പേറ്റൻസ് ഫയൽ ചെയ്തതെന്ന് അറിയാവോ? 4000. 4000. ചൈന ഇന്ത്യയും കൂടെ പോപ്പുലേഷനിൽ ഇന്ത്യ ഇച്ചിരൂടെ മുമ്പിലാണ്. എന്നിട്ട് പോലും ചൈന 70,000 പേറ്റൻസ് ഫയൽ ചെയ്തു. ഇന്ത്യ 4,000 പേറ്റൻറ്റ് ഫയൽ ചെയ്തു. അന്നേരം അതോടുകൂടെ നമുക്ക് മനസ്സിലാകണം, നമ്മുടെ കയ്യിൽ ഒറിജിനാലിറ്റി ഇല്ല, ക്രിയേറ്റിവിറ്റി കുറവാണ് നമ്മുടെ നാട്ടിൽ. അത് അക്സെപ്റ്റ് ചെയ്യാതെ പിന്നെ നമ്മുടെ പൊളിറ്റീഷ്യൻസൊക്കെ പറയും, പലതൊക്കെ പറയും. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മുടെ ഇവിടുന്ന് പേറ്റൻറ്റഡ് ഗുഡ്സ് കുറവാണ് പോകുന്നത്. അതുകൊണ്ട് ട്രംപിൻ്റെ ഈ പ്രശ്നം ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടിയല്ല. ഇത് കൂടുതലും ഈ ഫോറിൻ കൺട്രീസിൽ നിന്ന് അവരുടെ ബ്രാൻഡഡ് ഗുഡ്സ്, ബ്രാൻഡഡ് ഫാർമ പ്രോഡക്ട്സ് അത് അമേരിക്കയിലോട്ട് അടിച്ചു വിടുമ്പം ആ ഒരു രീതിയിലാണ് ട്രംപ് കാണുന്നത്. അല്ലാതെ നമ്മുടെ ഇന്ത്യൻ ഡ്രഗ്സ് ഇന്ത്യൻ കമ്പനീസിൽ നിന്ന് പോകുന്ന ഫോർമുലേഷൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. അമേരിക്കയിലെ ഡോക്ടർ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുവാണെങ്കിൽ അതിനകത്ത് ഡിസ്പെൻസ് ആസ് റിട്ടൺ അല്ലെങ്കിൽ ഡു നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് ഒരു വിതിൻ ഇൻവേർട്ടഡ് കോമാസ് ഇട്ട് കഴിഞ്ഞെങ്കിലേ അത് ജനറിക്കായിട്ട് മാറരുതെന്ന് തന്നെ നിർബന്ധം പിടിക്കുന്ന ഡോക്ടർമാരങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോഴേ ഉള്ളൂ നമുക്ക് ജനറിക് എടുക്കാൻ വയ്യാത്ത. അല്ലെങ്കിൽ യൂഷ്വലി ആൾക്കാർ ജനറിക്കാണ് എടുക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഇൻഷുറൻസ് കവർ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ കൂടുതലും ആൾക്കാർ ജനറിക്കിലോട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ഇന്ത്യൻ ഫാർമയ്ക്കെതിരായിട്ടല്ല ഇപ്പോഴത്തെ ട്രംപിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ട്രംപ് നാളെ വേറെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ട് ജനറിക് ഡ്രഗിനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടി. അത് വേറെ കാര്യമാണ്. അതിൻ്റെ പുറമെ വേറെ ചില ടാരിഫ്സും കൂടെ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50% ഓൺ കിച്ചൺ ക്യാബിനറ്റ്സ് ആൻഡ് ബാത്റൂം വാനിറ്റീസ്, 30% ടാരിഫ്സ് ഓൺ അപ്ഹോൾസ്റ്റേർഡ് ഫർണിച്ചേഴ്സ്, നമ്മുടെ സോഫയും റിക്ലൈനർസും ഡൈനിങ് ടേബിളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കാണ് ഈ പറയുന്നത്. അതിന് 30% ടാരിഫും, പിന്നെ 25% ടാരിഫ്സ് ഓൺ ഹെവി ട്രക്സ്. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് ഞാനീ പറഞ്ഞ ഈ കിച്ചൺ ക്യാബിനറ്റ്സും അപ്ഹോൾസ്റ്റേർഡ് ഫർണിച്ചേഴ്സും ഹെവി ട്രക്സും ഒക്കെ ഇന്ത്യയിൽ നിന്ന് വളരെ സ്മോൾ എമൗണ്ടേ പോകുന്നുള്ളൂ. വലിയതായിട്ടൊന്നും അമേരിക്കയിൽ അത് വലിയതായിട്ട് പോയി എത്തിപ്പെടുന്നില്ല. അതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഫാർമയാണ് റിയലി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഫാർമയ്ക്ക് ഉള്ള പ്രശ്നമെല്ലാം ഞാൻ പറഞ്ഞു തീർത്തല്ലോ. അത് നമ്മളെ ബാധിക്കുന്നതല്ല. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്കാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.